പ്രവാചക നിന്ദ പരാമർശം നടത്തിയ നുപൂർ ശർമ്മയെ കൊന്നു കൊലവിളിക്കുന്ന സാഹചര്യമാണ് ലോകത്തെ പല ഭാഗങ്ങളിലുമുള്ളത്. കണ്ണിൽ കണ്ടാൽ നുപൂർ ശർമ്മയുടെ ജീവനെടുക്കാൻ പരക്കം പായുന്നവരും ഏറെയാണ്. നുപൂർ ശർമ്മയെ അനുകൂലിച്ച 2ഓളം പേരെയാണ് തലയറുത്തും വടിവാളുകൊണ്ടും വെട്ടിയുമൊക്കെ കൊന്നത്. ഈ ഒരവസ്ഥ നുപൂർ ശർമ്മയും ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത കേസിൽ രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലെ പുരോഹിതനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നുപൂർ ശർമ്മയുടെ തലവെട്ടുന്നവർക്ക് തന്റെ വീട് സമ്മാനമായി നൽകാമെന്നാണ് ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നത്. സൽമാൻ ചിഷ്തി എന്നയാളാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രിയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോ ക്ലിപ്പിന്റെ പേരിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. വീഡിയോയിൽ നുപൂർ ശർമ്മയുടെ തല കൊണ്ടുവരുന്ന ആർക്കും തന്റെ വീട് നൽകാമെന്ന് പുരോഹിതൻ പറയുന്നുവെന്നും എന്നാൽ വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രവാചകനെ അധിക്ഷേപിച്ചതിന് നുപൂർ ശർമ്മയെ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട്. അയാളുടെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങളെല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും മറുപടി നൽകണം. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. ഈ സന്ദേശം ഹുസൂർ ഖ്വാജ ബാബ ഖാദർബാറിൽ നിന്നാണ്. ഇതായിരുന്നു പ്രചരിപ്പിച്ച വീഡിയോയിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. രാജസ്ഥാനിലെ പ്രശസ്ത സൂഫി ആരാധനാലയമാണ് ഹുസൂർ ഖ്വാജ ബാബ ഖാദർബാർ. അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് ഓഫീസർ ദർവീർ സിംഗ് ഫൗജദാർ പറഞ്ഞത്. വീഡിയോയിൽ ഇയാൾ പ്രകടിപ്പിച്ച വീക്ഷണങ്ങൾ ദർഗയിൽ നിന്നുള്ള സന്ദേശമായി കണക്കാക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൽമാൻ ചിഷ്തിയുടെ പ്രസ്താവന വ്യക്തിപരമാണെന്നും അത് അങ്ങേയറ്റം അപലപനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രവാചക നിന്ദാ വിവാദത്തിന് പിന്നാലെ നുപൂർ ശർമ്മയെ പിന്തുണച്ചു എന്നാരോപിച്ച ഉദയ്പൂരിലെ തയ്യൽക്കാരനായ കനയ്യലാൽ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്ലാമിനെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യുകയാണെന്ന് പറഞ്ഞ് കൊലപാതകം ചിത്രീകരിച്ചാണ് 2 പേർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. റിയാസ് അക്തരി, ഗൌസ് മുഹമ്മദ് എന്നിവരായിരുന്നു ആക്രമികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം വർഗീയ സംഘർഷത്തിന് കാരണമായേക്കാവുന്ന പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് രാജസ്ഥാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നടന്ന കൊലപാതകം പ്രവാചക നിന്ദാ വിവാദവുമായി ബന്ധപ്പെട്ടാണെന്നാണ് പോലീസ് സംശയിച്ചിരുന്നത്. ജൂൺ 21-നാണ് ഔഷധ വ്യാപാരിയായ 54-കാരൻ ഉമേഷ് പ്രഹ്ലാദ് റാവു കോലി കൊല്ലപ്പെടുന്നത്. മുഹമ്മദ് നബിക്കെതിരെ മോശം പദപ്രയോഗം നടത്തിയ BJP നേതാവ് നുപൂർ ശർമ്മയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു ഉമേഷിന്റെ മകന്റെ പരാതിയിൽ കേസെടുത്ത സിറ്റി കോട്ടാലി പോലീസ് മുബഷിർ അഹമ്മദ്, ഷാറുഖ് പത്താൻ എന്നീ യുവാക്കളെ 2 ദിവസത്തിനകം അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവം പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ടാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. BJPയെ വെട്ടിലാക്കിയ കേന്ദ്ര സർക്കാരിനെ രാജ്യത്തിന് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലടക്കം സമ്മർദ്ദത്തിലാക്കിയ കാൺപൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ പ്രസ്താവന നടത്തിയ നുപൂർ ശർമ്മ സത്യം പറഞ്ഞാൽ വെട്ടിലായിരിക്കുകയാണ്. മെയ് 28-ന് നുപൂർ ശർമ്മ ഒരു ടെലിവിഷൻ വാർത്താ ചർച്ചയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് നടത്തിയ പരാമർശം രാജ്യത്തിന് പുറത്തേക്കും വലിയ ചർച്ചയായി മാറി. പ്രസ്താവന ഗൾഫ് രാജ്യങ്ങൾ വരെ അപലപിക്കുന്ന സാഹചര്യത്തിലെത്തിയതോടെ ശർമ്മയെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ABVP ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച നുപൂർ ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായിരുന്നു. ഇവിടെ നിന്നാണ് നുപൂർ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. BJPയുടെ യൂത്ത് വിംഗ്, BJYMന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, നാഷണൽ മീഡിയ ഇൻചാർജ് തുടങ്ങിയ ഭാരവാഹിത്വങ്ങളിൽ പ്രവർത്തിച്ചു. BJPയുടെ ഏറ്റവും ആക്റ്റീവായ വക്താക്കളിൽ ഒരാൾ കൂടിയായിരുന്നു നുപൂർ ശർമ്മ. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ ചർച്ചകളിൽ നുപൂർ സ്ഥിരം സാന്നിധ്യവുമാണ്. 2015-ൽ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ ദില്ലി അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് BJP ടിക്കറ്റിൽ നുപൂർ മത്സരിച്ചു. എന്നാൽ കെജ്രിവാളിനെ പരാജയപ്പെടുത്താൻ നുപൂർ ശർമ്മയ്ക്കായില്ല.